Vanidam Margin Free Supermarket, a woman empowerment project of CFCICI and Central Bazaar. എന്താ കേശു എന്താണ് പരിചയമുണ്ടോ നോക്ക്. ഇതെപ്പോ എനിക്കറിഞ്ഞൂടാ, മിക്കവാറും വെളുപ്പിനെല്ലാം വന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തുന്ന വെച്ച് കിടക്കണായിരിക്കും. സ്ഥിരം പരിപാടിയല്ലേ. എന്തായാലും കിടന്ന് ഉറങ്ങട്ടെ, ഉണരുമ്പോ ചോദിക്കാം നമുക്ക്. വിളിക്കണ്ടേ? വേണ്ട വേണ്ട വേണ്ട, ഉറങ്ങിക്കോട്ടെ. പിന്നെ ഉറങ്ങട്ടെ. ചോ അച്ഛാ എന്താടാ ബാ. എന്ത് എന്തേ നോക്ക്. അയ്യോ പോന്ന് അയ്യോ പറഞ്ഞ ഉറങ്ങാനും സമ്മതിക്കൂലടേ. എന്ത് വിളിക്കാന്ത് അകത്ത് കിടക്കാരുന്നു ഇവിടെ കിടന്നത് നീ ആ വന്നപ്പോ നിങ്ങളെ ശല്യപ്പെടുത്തണമെന്ന് വെച്ച് ഇവിടെ കിടന്നു. എന്തിനാ രാവിലെ വന്നത്? നീ കാര്യം പറ. കാര്യമൊന്നുമില്ല, ഞാൻ ഇന്നലെ നിങ്ങളെ സ്വപ്നം കണ്ടു. അപ്പൊ നിങ്ങളെല്ലാരും കാണണമെന്ന് തോന്നി, ഞാൻ ഇങ്ങ് വന്നു, അത്രയേ ഉള്ളൂ. എന്ത് സ്വപ്നം? അത്ര നല്ല സ്വപ്നമൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങളെയൊക്കെ എനിക്ക് കാണണമെന്ന് തോന്നി, ഞാൻ ഇങ്ങ് വന്നു. എന്ത് സ്വപ്നമാ മോനെ? വല്ല ദുസ്വപ്നമാണോ? ആ കറക്റ്റ് ടൈമിങ് എത്തിയല്ലോ. നീ ഒന്നും മിണ്ടായിരി. മാമി, ഇവരുടെ മുഖം മാത്രമേ ഞാൻ കണ്ടോളൂ, വേറെ ഒന്നും കണ്ടില്ല. പക്ഷെ എനിക്ക് അത്ര വിശ്വാസം പറഞ്ഞില്ല. നീ വന്നതിൽ എന്തോ കാര്യമുണ്ട്, അത് പറ. നീ ഒന്ന് പോടാണ്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോവാം. ചുമ്മാ ഇരി ബാലു. സുരേന്ദ്ര, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല എടുത്ത് വിശക്കണം. എന്നാ വല്ലതും കഴിക്കാം. ആ വാ. എന്നാലും എന്ത് സ്വപ്നം മോനെ കണ്ടേ? മാമി, അന്ധവിശ്വാസത്തിലൊന്നും എനിക്കൊരു വിശ്വാസവും അതുകൊണ്ട് തന്നെ രാവിലെ കാണുന്ന സ്വപ്നം എന്ന ഫലിക്കുമെന്നുള്ള വിശ്വാസവും എനിക്കില്ല. അന്ധവിശ്വാസം ഇല്ല. സ്കൂളിൽ പഠിക്കുമ്പോഴേ ബുക്കിനകത്ത് മയിൽപ്പീലി കൊണ്ടുവയ്ക്കും. എന്തിനാണെന്നറിയാമോ? അത് പ്രസവിക്കാൻ വേണ്ടി. ആ മയിൽപ്പീലി തുണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഓ, മൈപ്പീലി പ്രസവിക്കൂ? ആ മയിൽപ്പീലി പ്രസവിക്കും. മയിൽപ്പീലി പ്രസവമൊക്കെ നിർത്തിയടാ. അന്ധവിശ്വാസം ഇല്ല. എടാ കേശു മോനെ, നീ പറയടാ, മൈപ്പീലി പ്രസവിക്കൂലടാ? എന്റെ പൊന്നിട്ടപ്പോ എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഇതേവരെ വെച്ച മയിൽപ്പീലൊന്നും പ്രസവിച്ചിട്ടില്ല. പ്രസവിച്ചില്ല, സിസേറിയനായിരുന്നു. ഇടയ്ക്ക് രണ്ടെണ്ണം പ്രസവിച്ചുകൂടെ. നിങ്ങൾ മയിൽപ്പീലിയുടെ പ്രസവം എടുക്കാതെ എന്ത് സ്വപ്നം കണ്ടേന്ന് പറ. വല്ലതും ദോഷമുണ്ടോന്ന് അറിയാലോ. ഞാൻ പോകണ്ട കേശു. അല്ല ചിറ്റപ്പ, ഫുഡ് കഴിച്ചിട്ട് പോവാനിപ്പം. എടാ, ഞാൻ വീട്ടിൽ പോണ കാര്യമല്ല പറഞ്ഞത്, ഞാൻ റെഡി ആയിട്ട് ഇവിടുന്ന് വല്ലതും കഴിക്കിട്ട് ആ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അവളെ കേശു ഇവൻ വന്നത് എന്തോ കാര്യത്തിന് വേണ്ടിയാണ്, കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ രണ്ട് കണ്ണും അവന്റെ പുറത്തുണ്ടായിരുന്നു. ഉറപ്പായിട്ടും. എന്താ ആലോചിക്കണം? ആർക്കും ഒന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. 100 തേങ്ങ ഉടയ്ക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. ആ ഒരു 10,000 ആയിക്കോട്ടെ. ചിറ്റപ്പോ എന്തോന്നാ പറയാൻ ഒന്ന് പേടിപ്പിക്കണ? എന്തിനാ ജസ്റ്റ് തൊട്ടല്ലേ ഉള്ളു. അതിന് ഞെട്ടി പേടിച്ച് സംഭവം എന്തുവാ? പേടിച്ചെന്തിന്? ആര് പേടിച്ചു? ആര് പേടിച്ചു? ഞാൻ പേടിച്ചൊന്നുമില്ല. പേടിച്ചില്ല? ഇല്ല. സത്യം പറയറ്റപ്പാ, സംഭവം എന്തുവാ? എടാ പോടാ പോടാ പോടാ. ഓടാന്നാ? ആ സംഭവം എന്തോ ഉണ്ടല്ലോ. ഒരു സംഭവമില്ല. രാവിലെ അവിടെ കിടന്ന് ഉറങ്ങിയപ്പോ അച്ഛൻ വന്ന് വിളിച്ചപ്പോ ചാടി എണീറ്റ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് പുറകെ ഒന്നും തൊട്ടപ്പോ ഞെട്ടി. അത് പിന്നെ പെട്ടെന്ന് ആര് വന്നാലും നമ്മള് പേടിക്കൂലേ? അങ്ങനെ പേടിച്ചതുള്ളൂ, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്ര പേടിച്ച് വിറയ്ക്കൂല. നീ പോ ബാലുവേ. കേശു, ഇതാരും പ്രസിഡന്റാ? പറഞ്ഞ ഇരിക്കണോ? സുരേന്ദ്രനുണ്ടായിരുന്നോ? ഓ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നു. എന്റെ ഭാര്യ ഇവിടെ പോയിടാ? അച്ഛൻ ഇവിടെ ഉണ്ട്. അമ്മോ, പ്രസിഡന്റ് എപ്പോ വന്ന്? ജസ്റ്റ് വന്നേ ഉള്ളൂ. എന്താണ് പ്രസിഡന്റ് പദവി ഇല്ലാതെ? ഇല്ല, നമ്മുടെ അസോസിയേഷനിലെ കള്ളന്മാരുടെ ശല്യം കൂടി വരും. അപ്പൊ ഇന്നലെ ആ ദീപകിന്റെ വീട്ടിൽ കയറി. അപ്പൊ അവന്റെ അമ്മയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അയ്യോ, അല്ല പ്രസിഡന്റ്, അപ്പൊ പോലീസിലൊന്നും അറിയിച്ചില്ലേ? പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, അവരന്വേഷിച്ച് വരുന്നുണ്ട്. ശരീരം മുഴുവൻ എണ്ണയും കരിയും തേച്ച് കറുത്ത ട്രൗസർ ഇട്ട് ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ചാൽ വഴുതി പോകുന്ന രീതിയിലാണ് അവന്മാർ വരുന്നത്. ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. അല്ല, പരിചയമില്ലാത്ത ആര് വന്നാലും വീട്ടിൽ കയറ്റിയിരുത്തി അവരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യണ്ട. അവർ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം നോക്കാൻ വേണ്ടി വരുന്നതാണ്, ആരെ കൊണ്ടെന്ന് അറിയാൻ വേണ്ടി വരുന്നതാണ്. അത് ശ്രദ്ധിക്കാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ബാലിനോട് പറഞ്ഞേ, എല്ലാവരും കരുതിയിരിക്കുക കേട്ടോ. ആരാ മോളെ വന്നേ? പ്രസിഡന്റ് പകലേ പരിചയമില്ലാത്ത ആരെങ്കിലും വന്ന വീട്ടിനകത്തേക്ക് വിളിച്ച് കയറ്റരുതും. അവരുടെ അടുത്ത് സംസാരിക്കാനോ ഭക്ഷണം വിളമ്പി കൊടുക്കാനോ ഒന്നിനും നിൽക്കണ്ട. അങ്ങ് പറഞ്ഞിട്ടേക്കണം. കേട്ടല്ലോ? കേട്ടു. കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അവരിങ്ങനെ വീട്ടിൽ വന്ന് എല്ലാം ഇങ്ങനെ നോക്കി വെച്ചിട്ട് രാത്രി വരും. രാത്രി വന്ന് പൈപ്പൊക്കെ തുറന്നിടേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചാടി പുറത്തിറങ്ങുമല്ലോ.
ആ ടൈമിൽ നമ്മളെ കൊന്നിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ എടുത്തിട്ട് അങ്ങ് പോകും. അതൊക്കെ എനിക്കറിയാടി, ഞാൻ വാർത്തയൊക്കെ കാണുന്നുണ്ട്. എന്നാലും വല്ലാത്ത കഷ്ടം തന്നെ കേട്ടാ. സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലെന്ന് വെച്ചാ. നീ എന്തിനാ രാത്രി പുറത്തിറങ്ങി കിടക്കണം? അപ്പൊ അതിനും കാര്യമുണ്ടല്ലോ, ഞാൻ ചുമ്മാ പറഞ്ഞെന്ന്. സുരേന്ദ്ര, സുരേന്ദ്ര, എന്താ അടുത്ത്? നീ എന്താണ് ഞെട്ടിയത്? ഒന്നുമില്ല, ഏ? ഒന്നുമില്ല. എന്തിട്ടപ്പാ സംഭവം എന്തുവാ? ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. ഇവനെന്താ പറ്റിയേ? എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. നമ്മള് കള്ളന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അത് കേട്ട് പേടിച്ചതായിരിക്കുള്ളൂ. ഇതാന്നല്ലോ, ഇത് അതിന് മുമ്പേ ഉണ്ട് ഒരു ഞെട്ടലും. അവൻ എന്തോ ദുസ്വപ്നം കണ്ടു. കേശു പോയത് പഠിക്കടാ. ഓ ഞാൻ പോണു ഞാൻ പോയി. എടി നില്ല, ഞാൻ അമ്മ പറയട്ടെ. എന്നെ വീട്, എനിക്ക് അടുക്കള പണിയുണ്ട്. ഓ ഇവനെന്ത് പറ്റിയടേ? ഒരു ഐഡിയ ഇല്ല, പക്ഷെ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. എന്തോ ഒപ്പിച്ചു വെച്ചിട്ടാണ് വന്നേക്കണത്, അത് ഉറപ്പാണ്. എന്താടേ? ഒന്നുമില്ല. പിന്നെ മകളെ കേശു, ഓ നമ്മളാ പ്രസിഡന്റ് എന്ന് പറഞ്ഞില്ല കള്ളന്റെ കാര്യം, അതൊന്ന് സൂക്ഷിക്കണം കേട്ടാ. നമ്മുടെ പ്രസിഡന്റ് വന്നായിരുന്നു, എന്നിട്ട് പറഞ്ഞ് ഈ ഏരിയയിൽ കള്ളന്റെ ശല്യം ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ നമ്മുടെ ദീപക്കണ്ണല്ലേ, പുള്ളിയുടെ വീട്ടിൽ കള്ളം കയറി. അവിടെ അമ്മൂമ്മ മാത്രമേ ഉള്ളായിരുന്നു, അതായത് പുള്ളിക്കാരൻ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അവരെന്തോ ചെയ്തിട്ടാണ് പോയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം പോലെ ടെൻഷനുണ്ട്, പക്ഷെ അതിന് മുമ്പേ ഉണ്ട്, ഭയങ്കര പേടിയാണ്. നീ അറ്റേനെ വിളിച്ചു പോയി, ഇപ്പൊ എന്തായാലും അറിയാല്ലേ. ആരാ വിളിക്കാൻ? അമ്മൂമ്മ വിളി. നീ പറഞ്ഞു തന്നില്ല, അതാ അമ്മ വിളിക്കുന്നു. ഉള്ളല്ലേ അമ്മ, ക്യാഷ് കിട്ടാൻ പറഞ്ഞതേ ഉള്ളൂ, നേരെ അമ്മ വിളിക്കാൻ. പെട്ടെന്ന് അമ്മ വിളിക്കുകയും ചെയ്തു. എന്തമ്മ ഈ സുരേന്ദ്രൻ ഇവിടെ വന്ന് വല്ലാതിരിക്കണേ, പേടിച്ചോലെ? അത് ശരി. ആ ഓ ശരിയമ്മ. ഓ സംഭവം ഒന്നുമില്ല. അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സഹോദരൻ ആത്മഹത്യ ചെയ്തു. അയ്യോ. അപ്പോൾ യവ ബോഡി കാണാൻ പോയി. ശവദാഹം വരെ ഇവ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഓ രാത്രി വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ നേരത്തെ ഒരു പേടി, അവിടെ നിൽക്കാൻ തന്നെ പേടി, ആ ഏരിയയിൽ നിൽക്കാൻ പേടി. അതുകൊണ്ടാണ് ആരും അറിയാതെ അവ ഇനി മുങ്ങിയത്. കേശുവേ, നിനക്കിന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലേ? എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പം നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആവാം. എന്റർടൈൻമെന്റ് അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. അറിയിച്ച അങ്ങോട്ട് ഇവിടെ അവൻ്റെ പേടി മാറണം, ഇത്രേ ഉള്ളൂ. ഒന്നാമതേ ചിറ്റപ്പം പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അറിയാമല്ലേ. ഇതൊരു തമാശയല്ലേടേ, നല്ലതായിരുന്നു. കുഴപ്പമില്ല. ഹലോ, പ്രസിഡന്റ്, ഞാൻ നേരത്തെ വന്നിരുന്നു, കണ്ടില്ല. ആ അല്ല, കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി കൂടെ നിൽക്കണം. കള്ളന്മാരെ പിടിക്കാൻ ഞാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കണം, ഉറപ്പായിട്ടും നിൽക്കണം. നമ്മൾ നിയമം കയ്യിലെടുത്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിയമം പോലീസ് പറയുന്ന വഴിയെ നമുക്ക് നിയമത്തിന്റെ പുറകെ, അല്ലാതെ നമുക്ക് നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ല. അല്ല, നമുക്ക് അവന്മാരെ വെട്ടിപ്പിരിക്കാൻ പറ്റൂല. നമുക്ക് അവരെ പിടിച്ചാൽ മതിയെന്നേ. അത് ഞാൻ കൂടെ ഓ അത് മതി. എന്താടേ അല്ല, എനിക്ക് നിന്റെ അടുത്ത് ഒന്നുകൂടി. അല്ല, നിനക്ക് എന്തായാലും പേടിയോ? അല്ലേ, എനിക്കെന്ത് പേടി? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനു പേടിക്കണത്? അല്ലേ പ്രസിഡന്റ്? കള്ളന്മാരെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട, അവന്മാരെ നമുക്ക് പിടിക്കാം. പ്രസിഡന്റ്, നമ്മളുടെ സുന്ദറിന്റെ അമ്പ എന്തോ കണ്ട് പേടിച്ചോലോ എന്ന് പറഞ്ഞില്ലേ? അതെ, അതെന്തായിരുന്നു? അത് അവര് നിഴല് കണ്ട് പേടിച്ചാണ്. അത് അവരുടെ തന്നെ നിഴലായിരുന്നു. അർദ്ധരാത്രിയൊക്കെ നിഴല് കണ്ട് പേടി, പക്ഷെ നിഴലല്ലെങ്കിലോ, എല്ലാ ആത്മാക്കളോ എല്ലാം ആണെങ്കിലോ അത് പറയാൻ പറ്റൂല. ഓ ചുമ്മാ ഇരിയണ്ണ, ആത്മാക്കള് അങ്ങനെ ആത്മാക്കളും ഭൂതവും പ്രാതമൊന്നുമില്ല. എനിക്കറിയാം, എനിക്ക് ഇത്രയും വയസ്സായി, ഞാൻ എൻ്റെ ഇടയിൽ ഒരു ഭൂത്തിനെയും പ്രായത്തിനും ആത്മാവിനെയും കണ്ടിട്ടില്ലല്ലോ. ഭൂത്തിനെയും പ്രായത്തിനും ആത്മാവിനെ കണ്ടിട്ടില്ലാന്ന് നീ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞാൽ ഒരിക്കൽ ആത്മാവിനെ കാണും. അപ്പോഴും നീ ആത്മാവിനെ കണ്ടു എന്ന് പറയാൻ നീ കാണൂല. പോടാണ്ട്, നീ ആവശ്യമില്ലാത്ത കാര്യം പറ. നീ പോ നീ ശരിയല്ല. ഇവിടെ തന്നെ എത്ര ആത്മാക്കളുണ്ടെന്ന് അറിയാനാണ് ഈ ഏരിയ ഉണ്ട്. നീ മനുഷ്യ, എനിക്ക് പേടിയൊന്നുമില്ല. നീ എന്തിനും ഇങ്ങനെ പറയണത്? അങ്ങനെ ഇല്ലല്ലോ. നീ പോവന്നെ. അല്ല, പേടിയില്ല. ഈ ആത്മാക്കളെ സംഭവം ഒന്നും ഇപ്പം ഇപ്പം അവിടെ ഇരിക്കും, അപ്പം ഞാൻ വന്നവനെ വിളിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വരും. യഥാർത്ഥം ഞാനല്ല, ആത്മാവ് വേറെ ആത്മാവാണ്. മനസ്സിലായില്ലേ? ചിലപ്പോൾ നിങ്ങൾ വരും. നിങ്ങൾ വന്നിട്ട് സുരേന്ദ്ര വാന്ന് പറയുമ്പോൾ എന്ത് പ്രസിഡന്റ് നിങ്ങൾ പറയാൻ വരും. കുറേ ദൂരം പോകുമ്പോഴാണ് അറിയണത് അത് നിങ്ങളല്ല.
മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും പറയാതെ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഇല്ല, നീ പോകാം ഇവനെ. അങ്ങനെയൊന്നുമില്ല, വെറുതെ പറഞ്ഞത്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അല്ല വിശ്വസിക്കാൻ കുഴപ്പമില്ല. ശരിക്കും അങ്ങനെ ഉണ്ടോ? ശ്ശേ, ഇതൊക്കെ ചുമ്മാ പറയണതല്ലെന്നേ. കേട്ടോ അയ്യേ, അമ്മ ഭയങ്കര ധൈര്യശാലി എന്നല്ല ഞാൻ വിചാരിച്ചത്. കള്ളന്റെ കാര്യം പറഞ്ഞപ്പോ ഇത്ര പേടിയാ. എടി ഇത് സാധാരണ കള്ളനൊന്നും അല്ല. ഇനി ഇവർക്ക് എന്താ പ്രത്യേകത? ഇവരും മോഷ്ടിക്കാൻ തന്നെയല്ലേ വരണേ. എടി യവന്മാര് ദേഹത്തൊക്കെ എണ്ണയൊക്കെ തേച്ചോണ്ടാ വരുന്നത്. നമ്മൾ പിടിക്കാൻ ചെന്നാലേ യവന്മാരങ്ങ് വഴുതി പോവും. ഓ, പക്ഷെ പണ്ടത്തെ ഭവാനി ആയിരുന്നെങ്കിൽ യവന്മാരെ ഓടിച്ചിട്ട് പിടിച്ചേനെയായിരുന്നു. അതെനിക്കറിയാൻ പാടില്ലേ. കള്ളൻ ഓടി തെങ്ങിന്റെ മുകളിൽ കയറുകയാണെങ്കിൽ അമ്മയും കയറും തെങ്ങിന്റെ മുകളിലേക്ക്. അങ്ങനെ പിടിച്ചിട്ട് വരുമെന്ന്. പക്ഷെ ഇപ്പം മുട്ടുവയ്യ. അതെനിക്കറിയാലോ. അമ്മ ചായ ഇട്ടാ അമ്മക്ക്. പാല് പൊട്ടിച്ചു വെച്ചമ്മ. ആ കണ്ടാണ് താഴെ പോന്നു. അതല്ലേ ഞാൻ എടുത്തോണ്ട് വന്നത് പെട്ടെന്ന്. നിങ്ങൾ വന്നാ? പ്രസിഡന്റ് വന്നായിരുന്നു കേട്ടാ. ഞാൻ കണ്ട് കള്ളനെ പിടിക്കുന്നു പറഞ്ഞു. അതെ, പുറത്തേക്കങ്ങ് ഇറങ്ങി നടക്കല്ലേട്ടാ. രാത്രി ഒട്ടും പുറത്തേക്ക് ഇറങ്ങണ്ട. കള്ളന്മാർ ഓടിപ്പഴിഞ്ഞ് അടക്ക. എന്റെ ഉപദേശം വേണ്ട. എന്നാ പിന്നെ ചെന്ന് കയറി കൊടുക്ക്. കള്ളനെ കാര്യം പിടിച്ചാൽ തീർന്ന്. പിന്നെ അവരെ കയ്യിൽ നിന്ന് അടി കൊണ്ടിട്ട് നിങ്ങൾ നന്നാവുകയാണെങ്കിൽ നല്ല കാര്യമെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. അങ്ങനെയല്ലേ നിങ്ങൾ നന്നാവുമല്ലോ. അങ്ങനെ നിങ്ങൾ നന്നായ ആ കള്ളൻ ഏതാണോ അയാൾ അതിനെ ഓടിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് നല്ലൊരു വളം മേടിച്ചു കൊടുക്കും. മാമി പറഞ്ഞേട്ടാ, കള്ളന്മാരെ അടിച്ച് പഞ്ചറാക്കിയാൽ ഞാൻ നന്നാവുന്നു. എനിക്കും അത് തന്നെ പറയാനുള്ളത്. പിന്നെ മുള സൈഡാണല്ലോ. മാമി, ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ പടവലത്തെ പറമ്പിൽ കൂടെ രാത്രി വരുത്തു പോക്കണ്ട. അല്ല കള്ളന്മാരാണോ മറ്റേ ശാസ്ത്രീക്കളാണോ? ഞാനൊന്നും പറയുന്നില്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അന്ധവിശ്വാസമാന്ന് പറയും. അത് കള്ളന്മാരൊന്നും അല്ലടാ. ശാസ്ത്രീക്കളാ? ഇന്നലെ നമ്മളെ നവാസ് വിളിച്ചിരുന്നു. അപ്പൊ എന്തോ കണ്ട് പേടിച്ചത്. അത് അവൻ്റെ സുഹൃത്ത് മരിച്ച്. അപ്പം അവൻ ശവടക്കിന് പോയിരുന്നു. എല്ലാ കാര്യത്തിലും അവൻ കൂടെ ഉണ്ടായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്ന് കുളിച്ച് റൂമിനകത്ത് കയറിയപ്പോൾ റൂമിന് അവൻ ഇരിക്കുന്നു. എനിക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്. അത് മാമനായിരുന്നു. ഇത് ആത്മാർത്ഥ സുഹൃത്തല്ലേ, അതപ്പോ അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെയൊക്കെ പറ്റുക. ആത്മാർത്ഥ സുഹൃത്ത് മരിച്ചാൽ നമ്മളെ കൂടെ വരും, നമ്മളെ കൂടെ തന്നെ കാണും എപ്പോഴും. നിനക്ക് എങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോടേ? എനിക്കാ? നിന്റെ ആരെങ്കിലും കൂട്ടുകാരനോ അടുത്ത ബന്ധുക്കളോ കൂട്ടുകാരൻ്റെ സഹകരണോ ചുറ്റപ്പന മരിക്കുമ്പോൾ നീ പോയി സഹായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ കൂടെ നിന്നിട്ട് വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ റൂമിനകത്ത് അവർ ഇരിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇതൊക്കെ വെറും സങ്കല്പം മാത്രമാണ്. തങ്കപ്പന? ഏത് തങ്കപ്പൻ? സങ്കല്പം. സങ്കല്പം. അത് ശരി. പണ്ട് രാഘവമാമൻ എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ രാഘവമാമൻ്റെ അച്ഛൻ രാത്രി ഒരു 10-12 മണിയാവും പാങ്ങോട് മെട്രിക് ക്യാമ്പിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോവുകയാണ്. പോയ സമയത്ത് സൈക്കിളിൻ്റെ പിറകെ പെട്ടെന്ന് ബിന്ദു ഒരു കനം. എന്താണ്? മാമങ്ങ എത്തി ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അമ്മ എന്താ കണ്ടത്? എനിക്കറിഞ്ഞൂടാ. അതുപോലെ എനിക്ക് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ല. എന്താ കണ്ടത് സുരേന്ദ്രൻ? എനിക്കിഷ്ടമല്ല അങ്ങനെ കഥ കണ്ടത് പറയണോ? കേട്ടിട്ട് പോ. പേടിച്ചു പോയതാ തോന്നുന്നു. മാമൻ തിരിഞ്ഞു നോക്കിയപ്പോഴേ ബാക്കില് എന്തായിരുന്നു? മാമി പറ എന്തായിരുന്നു? തേങ്ങ. അതല്ലത്, തേങ്ങക്കൊലല്ല, ഒരു ചാക്ക്. അതിൻ്റെ അകത്ത് മൊത്തം തേങ്ങ. അതിൻ്റെ ഒരു സൈഡ് കെട്ട് വിട്ടുപോയി. തേങ്ങ എല്ലാം കൂടെ ഇപ്പുറത്ത് ചരിഞ്ഞു. അങ്ങനെയാണ് മാമൻ പറഞ്ഞ ആ ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നത്. ഒരിക്കലും സൈക്കിൾ ചവിട്ടുമ്പോൾ നന്നായിട്ട് തേങ്ങ കെട്ടി വെച്ചിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. വല്ല ആത്മാവിന്റെയും കഥ പറയാൻ പറഞ്ഞെന്ന് വിചാരിച്ചപ്പോ പിന്നെ ആത്മാവ് മാമൻ്റെ സൈക്കിൾ പറയാൻ കയറി പോകാൻ പോവുകയാണ് ചെയ്യണത്. എന്താ അമ്മച്ചി? ആരാടാ നിന്റെ അമ്മച്ചി? അല്ല എന്താണ്? എടാ നീ കള്ളനല്ലയോ? ഞാൻ കള്ളനൊന്നുമല്ല. ആര് പറഞ്ഞു? നീ പകലേ വീടൊക്കെ നോക്കി വെച്ചിട്ട് രാത്രി ഒന്നും മോട്ടിക്കാനില്ലോടാ? പൊന്നമ്മായി, ഞാൻ കള്ളനൊന്നും അല്ല. അമ്മായി ആരാടാ നിന്റെ അമ്മായി? എന്റെ പൊന്നിയേച്ചി എന്തൊക്കെയാ നീ പറയുന്നത്? അവിടെ നില്ലോടാ. ചേച്ചി ഞാൻ കള്ളനൊന്നും അല്ലേ? കള്ളനൊന്നും അല്ലേ? ഞാൻ കള്ളനൊന്നും അല്ല. കള്ളന് പ്രശ്നം ചേട്ടാ, ഞാനിവിടെ കുമാർ എന്ന് പറഞ്ഞ ചേട്ടന്റെ വീട്ടിൽ ഡെലിവറി റിട്ടേൺ ചെയ്യാൻ വേണ്ടി വന്നതാ ചേട്ടാ. കേട്ടല്ലോ, വെറുതെ ചുമ്മാ പറയാതെ ഒരാളെ കയറി അങ്ങ് തല്ലുക.
അപ്പം മോൻ കള്ളനല്ലായിരുന്നോ? ചേച്ചി ഞാനിവിടെ ഡെലിവറി റിട്ടേൺ എടുക്കാമെന്ന ഒരാളെ ചേച്ചി, വെറുതെ പിടിച്ചടിക്കേണ്ട ആവശ്യം എന്താ? ഏത് വീടാ? ചേച്ചി ഇവിടെ കുമാർ എന്ന് ഒരാളുടെ വീടിൻ്റെ അവിടെ വന്നത് ചേച്ചി. എനിക്കാണെങ്കിൽ വീടിന്റെ വഴി അറിയാണ്ട് പെട്ടുപോയി, അതാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പോട്ടെ, അവർക്കറിയില്ല ഇവിടെ കള്ളന്റെ ശല്യമൊക്കെ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് അറിയാതെ അടിച്ചു പോയതാ. സോറി കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ലെഫ്റ്റിലേക്ക് പോകണം. 8ാമത്തെ വീടാ. ഓക്കെ ശരി ശരി മോനെ. ഓക്കെ ഏട്ടാ, കാണാം. സൂക്ഷിച്ചു പോണേ മോനെ. ഇനി സൂക്ഷിക്കാനൊന്നും ഇല്ലല്ലോ. പോകുന്ന വഴിക്ക് ഒരു ഹമ്പുണ്ട്, സൂക്ഷിച്ച് പെട്ടെന്ന് ചാട്, കുതിക്കും അത്. ചാടി എന്തോന്നമ്മ ഇത് ഇങ്ങനെയാണോ തല്ലണത്? എടി വന്നത് കള്ളനാണോ അല്ലയോ നമ്മൾ എങ്ങനെ അറിയുന്നേ? അറിയണം. അതെങ്ങനെ അറിയും? ഒരു കുഞ്ഞ് ചെറിയൊരു പയ്യൻ. അല്ല പ്രസിഡന്റ് എന്താ വന്നേ? ഞാൻ പോലീസിൻ്റെ ഒരു സർക്കുലറുണ്ട്. ആ സമയത്ത് വീടിനോട് ചേർന്നുള്ള പൈപ്പ് തുറന്നു വിടും. നമ്മുടെ ശ്രദ്ധ തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി. ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങിയാൽ നമ്മൾ ആക്രമിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളുടെയും സ്ത്രീകളുടെയും കരച്ചിൽ റെക്കോർഡ് ചെയ്ത് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിനോട് അടുത്ത് കൊണ്ടുവന്ന് കേൾപ്പിക്കും. അപ്പം നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. എന്നാലും നമ്മൾ പുറത്തിറങ്ങരുത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണം. എന്തായാലും മോൻ പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങും, അവന്മാരുടെ അടി മേടിക്കും. അമ്മ പറഞ്ഞ കറക്റ്റാണ്. അമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ശരിയെന്നാ ഞാൻ പോകാം. അമ്മ അതെ ഞാൻ അല്ല ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ട്. അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ശരി അമ്മ പറയണം. അയ്യയ്യ അമ്മ എന്തോന്ന് പറയണത്? സത്യമായിട്ട് എനിക്ക് പേടിയൊന്നുമില്ലേ? അതിവിടെ വന്നത് ഞാൻ പേടിച്ചിട്ട് വന്നതല്ല. ഞാൻ വേറൊരു കാര്യത്തിന് എനിക്ക് അത്യാവശ്യമായിട്ട് വരണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ ആരോടും പറയാത്തത്. അയ്യോ അമ്മ ഞാൻ പേടിച്ചിട്ട് വന്നതല്ലമ്മ. ഞാൻ എന്തിനു പേടിക്കണത്? അത് പിന്നെ പറയാതെ വന്നത് എനിക്ക് പെട്ടെന്ന് ഇവിടെ വരണമായിരുന്നു. ഇവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് വരാണ്ട് സമയം കിട്ടിയില്ല. നിങ്ങളെ കിടന്ന് ഉറങ്ങുകയല്ലേ, അപ്പം നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച്. ഓ അല്ലാതെ പേടിച്ചിട്ടല്ല. എന്തോ നമ്മ പറയണത്? അങ്ങനെ പേടിയാണെങ്കിൽ ഞാൻ അവിടെ ശവത്തിനെ കുളിപ്പിക്കാനും അപ്പം അടക്കാനൊക്കെ കൂടെ നിൽക്കുമോ? ഞാനല്ലേ കൂടെ ഉണ്ടായിരുന്നത്. അമ്മ ഇങ്ങനെ മണ്ടാന്ന് വിളിക്കല്ലേ അമ്മ. അമ്മ വിളിക്കണ കേട്ടിട്ടാണ് ബാക്കിയുള്ളവരെ എല്ലാവരും കൂടെ അങ്ങനെ വിളിക്കണേ. സത്യമായിട്ടുമില്ലേ? അതല്ല ഞാൻ പറയണമെന്ന് കേൾക്ക്. ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. അമ്മ നമ്മളെ രാഘവമാമൻ്റെ അച്ഛൻ്റെ സൈക്കിളിൻ്റെ ബാക്കിൽ എന്തോ സാധനം ഇരുന്ന കനമുള്ള സാധനം. ഏത് രാഘവം? നമ്മളെ രാഘവമാമൻ്റെ അച്ഛന് സൈക്കിളില്ലേ? അപ്പോൾ പിന്നെ അണ്ണൻ പറഞ്ഞതാ സൈക്കിളിൻ്റെ ബാക്കിൽ എന്ത്. അമ്മ ഞാൻ വീട്ടിൽ പറയണേ മണ്ടാന്ന് വിളിക്കല്ലെന്ന്. അവൻ പറഞ്ഞോണ്ടല്ലേ ഞാൻ ചോദിച്ചത്. കള്ളോ? അവൻ കള്ളം പറഞ്ഞതാ? എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതാ? അയ്യേ എന്നെക്കാട്ടും പേടിയാണ് അവന്. ശരി 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 ശരി. അമ്മ 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 5 ഉണ്ട്. 5 അവിടെ വേണ്ട. ഓ കൊടുക്കണം. ഡേ അടുത്ത് ഞാൻ വല്ല വിളിച്ച് പറയും. എടി അതല്ല എടി ഇല്ലെന്ന് ഞാൻ നാളെ വരും. പേടിച്ചിട്ടല്ല വന്നത്. എത്ര പേരൂടെ പറഞ്ഞു ഞാൻ പേടിച്ചിട്ടല്ല ഞാൻ വന്നത്. ഞാൻ നാളെ വരും. കട തുറക്കും. ഇല്ല ഇനി എന്നെ അണ്ണൻ മണ്ടനാക്കാൻ വിടൂല. ഞാൻ കാണിച്ചു കൊടുക്കും. എല്ലാവരെയും കാണിച്ചു കൊടുക്കും. സുരേന്ദ്രൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും കേട്ടാ. ഇനി എന്നെ മണ്ടനാക്കാൻ നോക്കണ്ട ആരും. നീ വൈ നാളെ രാവിലെ എത്തും. ഓക്കെ ശരി ശരി. അപ്പം ഭൂതവും പ്രേതവും ഒന്നും ഇല്ല അല്ലേ? അമ്മ പറഞ്ഞതാണ് ശരി. എന്താടാ ഒറ്റയ്ക്ക് വാ ഇരി മക്കളെങ്കിൽ വാടാ. ഇവിടെ വന്നിരി. ചേട്ടത്തേ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പകലുള്ളതേ രാത്രിയുള്ളൂ, രാത്രി ഉള്ളതേ പകലുള്ളൂ. പ്രേതം, പിശാചി, ഭൂതം ഒന്നുമില്ല. എല്ലാ അന്ധവിശ്വാസം. നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പം പ്രേതത്തിന് വിശ്വസിച്ചേ പറ്റൂ. പ്രേതവും ഭൂതമൊന്നും ഇല്ലാന്ന് അമ്മ പറഞ്ഞല്ല. അമ്മയും പറഞ്ഞു, അതുപോലെ അഞ്ചും പറഞ്ഞു. എൻ്റെ അടുത്ത് കിഴങ്ങ് 5 പറഞ്ഞ അപ്പൊ ശരിയായിരിക്കൂടെ? അണ്ണൻ നേരത്തെ എൻ്റെ അടുത്ത് എന്തൊരു പറഞ്ഞ? മാടൻ, മറുത, യക്ഷി എല്ലാം ഉണ്ടെന്നല്ലേ? ഒന്നുമില്ല, എല്ലാം അന്ധവിശ്വാസം മാത്രം. അതല്ലേ ഉള്ളതാ മോനെ. യാതല്ല ഉള്ളത്. മാമി കണ്ടിട്ടുണ്ടോ? മാമി ഏതെങ്കിലും മാടനെ, മറുതനെ ആരെയും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം അന്ധവിശ്വാസം മാത്രം. പിന്നെ അണ്ണാ നീ വേറൊരു കഥ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ?
രാമമാവന്റെ അച്ഛൻ സൈക്കിളിൽ പോയപ്പോഴും പിറകിൽ എന്തോരോ ഭയങ്കര കനം വന്നെന്ന്. ചേട്ടത്തി ഒരു കാര്യം അറിയാമോ? രാമമാവന്റെ അച്ഛന് സൈക്കിൾ പോലും ഇല്ല. ഞാൻ മണ്ടേന്ന് വിചാരിച്ചാ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച്. ശരിയടേ, ഈ ലോകത്തൊന്നുമില്ല. ഇല്ല. ശരി അണ്ണാ, പിന്നെ നീ വേറൊരു കാര്യം കൂടെ കേട്ടോ. എനിക്കിനി ശ്മശാനത്തിന്റെ അടുത്തുകൂടി പോവാനോ മോർച്ചറിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കാനോ പേടിയില്ല. എന്താ കാരണം പ്രേതമില്ലല്ലോ. പ്രേതം ഇല്ലല്ലോ. ആരോ പറഞ്ഞ് തെറ്റിച്ചതാണ്. ചുമ്മാ ഇരുവാലും നീ പറയണ. അതുമല്ല, ഞാൻ കടയെ അടച്ച് സെക്കൻഡ് ഷോ സിനിമയും കണ്ടിട്ടാണ് ചില ദിവസങ്ങളിൽ വീട്ടിൽ പോണത്. അപ്പോൾ എന്റെ സൈക്കിളിന്റെ ബാക്കിലോ എന്റെ സ്കൂട്ടറിന്റെ ബാക്കിലോ ആരും വന്നിരുന്നില്ലല്ലോ. ഒരു മാടനും മറയും ഒന്നും വന്നിരുന്നില്ലല്ലോ. പ്രേതം ഉണ്ടടാ. പ്രേതം ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ അമ്മ പറഞ്ഞു തന്നു, എന്നെക്കാട്ടിലും പേടി എവരാണെന്ന്. അത് കറക്റ്റാ. ഈ ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. പേടിത്തോണ്ട് ശരിയടേ. പേടിക്കൂല സുരേന്ദ്രൻ, ഇനി പേടിക്കൂല. അയ്യോ ശരി, ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. പോയി പോയി പോയി. വാ വാ. ചിറ്റപ്പ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തെങ്കിലും അനക്കം വിളിക്കണേ. അതൊക്കെ ഞാൻ വിളിച്ചോളാം. ചേട്ടത്തി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി പേടിയൊന്നുമില്ല കേട്ടോ. ഇനി എപ്പോഴും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ച് ഇനി നടക്കൂല. അമ്മ പറഞ്ഞ പോലെ തന്നെ മാടനും മറതയും പ്രേതവും ഒന്നുമില്ല. പകലുള്ളതേ രാത്രി ഉള്ളൂ, രാത്രി ഉള്ളതേ പകലുള്ളൂ. പിന്നെ എന്തിനു പേടിക്കണത്? നമ്മൾ പകലാരും പേടിക്കണില്ലല്ലോ, പിന്നെ എന്തിനു രാത്രി പേടിക്കണേ? कैश है? कैश है? कैश है? എന്തിട്ടപ്പാ എന്തിട്ടാ? നീ ഒരു കാര്യം പറയട്ടെ. എന്തിരി? നീ ഇത്രയും നാളും ചിറ്റപ്പൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി അനുസരിച്ചിട്ടുണ്ട്. മറുത്തൊരക്ഷരം പറഞ്ഞിട്ടില്ല. ഇന്ന് പറയാൻ പോണ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കണം. കാര്യം പറ. ഓ പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പറയാൻ പോണ കാര്യം നീ വേറെ ആരുടെയും പറയുകയും ചെയ്യരുത്. എന്തിട്ടാ? നീ ഇന്ന് എന്റെ കൂടെ കിടക്കുക. ഇവിടെ വന്ന് എന്റെ കൂടെ കിടക്കാൻ. നിനക്ക് പേടിയുണ്ടോ? എനിക്കാ? ഇല്ലല്ല, എനിക്കുമില്ല. Vanidam Margin Free Supermarket, a woman empowerment project of CFCICI and Central Bazaar. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.